1976 ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടിരുന്ന കാലഘട്ടത്തിലാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അഥവാ FCRA എന്ന നിയമം ഇന്ത്യയിൽ നടപ്പിലായത്. വിദേശ രാജ്യങ്ങളിൽ നിന്നും വൻതോതിൽ പണം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ദേശവിരുദ്ധ പ്രവർത്തനത്തിനും മറ്റും ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു നിയമത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി തോന്നിയതും അതുപോലെ തന്നെ അത് നടപ്പിലാക്കിയത്. അതിനുശേഷം 2010 മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടിരുന്ന സമയത്ത് ഈ നിയമം കുറച്ചുകൂടെ കർശനമാക്കി. വീണ്ടും 2020 ഇപ്പോഴത്തെ ഗവൺമെൻറ് ഈ FCRA നിയമം വളരെ സമഗ്രമായി ഭേദഗതി ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭേദഗതി ബില്ലാണ് ബില്ല് അവതരിപ്പിച്ച് FCRA റൂൾസ് ഭേദഗതി ചെയ്യാനെ കൊണ്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വലിയ ആശങ്കയാണ് പല കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്താണ് FCRA പുതിയ ഭേദഗതിയിലൂടെ വരുന്ന വ്യത്യാസങ്ങൾ? FCRA പഴയ നിയമം അനുസരിച്ച് ഈ ഏത് NGO ആണ്, ഏത് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ് വിദേശ പണം സ്വീകരിക്കുന്നത്, അവർക്ക് അവരുടെ അഡ്മിനിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി, അവരുടെ ഭരണ ചെലവിന് വേണ്ടി വരുന്ന തുകയുടെ 50% വരെ അവർക്ക് മാറ്റാമായിരുന്നു. എന്നാൽ പുതിയ ഭേദഗതി വരുമ്പോൾ അത് 20% കുറച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഭേദഗതി എന്ന് പറയുന്നത്, നേരത്തെ ആണെങ്കിൽ ഈ NGOയുടെ ഭാരവാഹികളുടെ ഐഡൻറ്റിറ്റി നിർബന്ധമല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴ് NGOയുടെ ഭാരവാഹികളുടെ ഐഡൻറ്റിറ്റി അത് കുറേ കൂടെ കർശനമാക്കി. ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഭേദഗതിക്ക് മുമ്പ് ഈ വലിയ ഓർഗനൈസേഷൻ, വലിയ NGOകൾക്ക് വരുന്ന ഫണ്ട് ചെറിയ NGOകൾക്ക് കൈമാറ്റം ചെയ്യാമായിരുന്നു. അപ്പോൾ ഭേദഗതി വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ NGOയുടെ രജിസ്ട്രേഷൻ പുതുക്കൽ കുറച്ചുകൂടെ കർശനമാക്കി. പഴയ വ്യവസ്ഥകളിൽ നിന്ന് കുറച്ചുകൂടെ കർശനമാക്കി. കൂടാതെ ഇതിൻ്റെ ലൈസൻസിൻ്റെ പരിശോധന പഴയതിനേക്കാളും കുറച്ചുകൂടെ കർശനമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 4-5 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഭേദഗതിയിലൂടെ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ. മാത്രമല്ല, പണ്ട് ഈ NGOയ്ക്ക് വരുന്ന പണം ഏത് ബാങ്ക് വഴിയും, ഒരു അംഗീകാരമുള്ള ഏത് ബാങ്ക് വഴിയും അവർക്ക് സ്വീകരിക്കാമായിരുന്നു. ഭേദഗതി വന്നതിന് ശേഷം ഡൽഹിയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മെയിൻ ബ്രാഞ്ചിൽ FCRA അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആ അക്കൗണ്ടിലൂടെ മാത്രമേ പണം സ്വീകരിക്കാനെ കൊണ്ട് കഴിയത്തുള്ളൂ. മാത്രമല്ല, വ്യക്തമായ കണക്കുകൾ, വരുന്ന പൈസയുടെ വ്യക്തമായ കണക്കുകൾ അത് കാണിക്കുകയും വേണം. ഏത് പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ NGOകൾക്കും ഒരു ഏരിയ ഉണ്ട്. അവരുടെ പ്രവർത്തന മേഖല വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം. ഒന്നുകിൽ കേരളം, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ്, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് തന്നെ ഇന്ന ജില്ലകൾ, അങ്ങനെ അവരുടെ പ്രവർത്തന മേഖല കാണിച്ചിരിക്കണം. ഈ പ്രവർത്തന മേഖലയ്ക്ക് വെളിയിൽ ഈ പണം കൊണ്ടുപോയി വിനിയോഗിക്കാനെ കൊണ്ട് പാടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കുന്ന സമയത്ത് വളരെ കർശനമായ നിയമ വ്യവസ്ഥകളാണ് ഇപ്പോൾ വച്ചിരിക്കുന്നത്. അങ്ങനെ FCRA നിയമം വലിയൊരു പൊളിച്ചെഴുത്തിന് വിധേയം ആയിരിക്കുകയാണ്. ഇതിൽ പല കേന്ദ്രങ്ങൾക്കും ആശങ്കയുണ്ട്. കാര്യം നേരത്തെയൊക്കെ എന്ന് പറയുന്നത് ഈ പണം കൊണ്ടുവന്ന് കണക്കില്ലാതെ ഏത് കാര്യത്തിന് വേണമെങ്കിലും വിനിയോഗിക്കാമായിരുന്നു. ഇനിയിപ്പോൾ അത് നടക്കത്തില്ല. അതിനുള്ള നിയന്ത്രണങ്ങളാണ് ഭേദഗതിയിലൂടെ വരുത്തിയിരിക്കുന്നത്.